ആരാ ചൂണ്ടി വരണം? ചുമ്മാ വിളിച്ച് വരുത്തിയാണോ തരി? ചുമ്മാ വിളിച്ച് വരുത്തിയാണോ നിനി? അല്ല എവിടെ പോയാ പോയാ പോയാ? അവൻ ചാടി കുറച്ചൊരു വലിയ എടുക്കാം, ചെറിയ എടുക്കാം. സെറ്റപ്പ് കേട്ടാ ഈ സമുദ്രമല്ല സൂര്യ. ഞാൻ കണ്ടതുകൊണ്ട് വെച്ചത്. മണിയും കണ്ട മണിയാണ് പകുതി എനിക്ക് കിടക്കും വളർത്താകട അവിടെ പെട്ടെന്ന് ദൂരോട്ട് കൊണ്ടുപോ. ഞാൻ വളർത്താൻ വിട്ടില്ലേ? ഇതിന്റെ പേര് വലിയ വളം വലിയ വളർത്തിട്ടിരിക്കുന്നു. വലിയ വളർത്തിയിട്ടിരിക്കുന്നു. അല്ല ഇത് വളർത്താൻ പറ്റുമോ? പിന്നെ ജീവൻ ഉണ്ടായില്ല. പിന്നെ ജീവൻ അല്ല ഇത് പറപ്പിച്ചു വിടായിരുന്നു അമ്മീ. ഇതാ മീനെ ജസ്റ്റ് ഒന്ന് കുളത്തിനടുത്തെത്തി. പക്ഷെ തോട്ടിലിട്ടൊന്ന് ക്ലിയർ ആണോ എന്ന് നോക്കണം. അതിന്റെ ആരോഗ്യ സ്ഥിതിയില്ലേ അതൊന്ന് നല്ലതാണോ നോക്കിയിട്ടേ നമുക്ക് കുളത്തിലോട്ട് മാറ്റാൻ പറ്റുള്ളേ. ഇത് ചെറുത്, ഇതിപ്പോ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 1.5-2 കിലോ, 2 കിലോയ്ക്കകത്തേ ഉള്ളൂ. 2 കിലോ 1.5-2 കിലോ ഉണ്ട്. അത്ര ഉണ്ടേ. ഒന്നാളെ എൻ്റെ വലുത് കിട്ടി എന്ന് വെച്ചാൽ ഏകദേശം ഒരു 3 കിലോ അടുപ്പിച്ചുള്ള സൈസ് ഇല്ലേ അതൊരെണ്ണം കിട്ടി. അപ്പം അതിന് നമ്മളെ നാച്ചുറൽ കുളം ഇല്ലേ ആ കുളത്തിനകത്ത് കൊണ്ട് ഇട്ടേക്കാണ്, മനസ്സിലായില്ലേ? അപ്പം അതിന് കമ്പനിക്കായിട്ട് ഇതിനെ കൂടെ ഇടാം. അന്ന് കൊണ്ടിട്ടത് ആൺമീനാണ്, ഇന്നിപ്പോൾ ഒരു പെൺമീനാണ് ഇട്ടിട്ടുള്ളത്. ഇപ്പോൾ രണ്ടും കൂടി കമ്പനിയായിട്ട് അവിടെ കിടന്നുള്ള വേറെ കുഴപ്പമൊന്നുമില്ല. ആരോഗ്യസ്ഥിതി ഓക്കെയാണ്. കാരണം ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ ഇത് മലർന്നു വരും. അതായത് ഇതിൻ്റെ വയറിലൊരു തരം ഗ്യാസ് എന്ന് പറഞ്ഞിട്ട് ഇത് മലർന്നു വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് കൊണ്ട് ഇടാൻ പാടില്ല, അതൊന്ന് നേരെ അതിന് ശേഷം ഇടാവും. പക്ഷെ ഇതിപ്പോൾ വേറെ കുഴപ്പം കാര്യങ്ങളൊന്നും ഇല്ല, നേരെ കിടക്കുന്നുണ്ടേ. തെറ്റായല്ലോ, ആരോഗ്യസ്ഥിതിയൊക്കെ ഓക്കെ അല്ലേ? അപ്പോൾ ഇത് നമ്മുടെ ആ കുളത്തിനകത്ത് കിടക്കുമ്പോൾ ഭയങ്കര രസമായിരിക്കും. അതാണ് കൊല്ലാത്തത്. കാരണം നമ്മൾ ഫ്രൈ ആക്കാനും കറി വെക്കാനൊക്കെയാണ് ഇങ്ങനെ മീൻ പിടിക്കുന്നത്. പക്ഷെ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത്ര സൈസുള്ളതുണ്ടേ നല്ല ഭംഗിയുണ്ട്. കുളത്തിലിടുമ്പോഴേ നല്ല അടിപൊളിയായിരിക്കും. തീറ്റയൊക്കെ വരറിയുമ്പോൾ കഴിക്കാൻ വേണ്ടി ഇങ്ങനെ പാഞ്ഞ് വരുമ്പോഴേ നല്ല രസമായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് പിടിച്ചോണ്ട് വന്നത്. ബോഡിയൊക്കെ നനഞ്ഞു വരുമ്പോഴേ സെറ്റാവും. പോണ് എന്നാ പിന്നെ ഞാനങ്ങോട്ട്. പക്ഷെ ഇന്നാള് പിടിച്ചതേ കാണിക്കാൻ പറ്റില്ല, രാത്രിയായിരുന്നു. രാത്രി ചൂണ്ടയെ പിടിച്ചിട്ടെ പോയല്ലേ, രാത്രി ചൂണ്ടയെ പിടിച്ചിട്ടെ ഭയങ്കര സൈസ്. അത് 3 കിലോയ്ക്ക് മേളിലുണ്ടായിരുന്നു. അത് കറങ്ങി ഓടാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ആള് റെഡിയായി വരാണ്, വേറെ കുഴപ്പമൊന്നുമില്ല, ഫിറ്റായി വരുന്നുണ്ട്. ചെറിയ ഉടക്കായിരുന്നേ തുമ്പിലെ, അതുകൊണ്ട് ഈ ഒരു ഭാഗത്ത് ചെറിയൊരു ഉടക്കായിരുന്നു, അതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. സെറ്റായിട്ട് വരും.
ഇതില്ലേ, ഇത് ഗ്രാസ് കാർപ്പാണേ. നമ്മുടെ കട്ട്ല രോഹു ആ ഒരു വർഗത്തിൽപ്പെടുന്ന ഗ്രാസ് കാർപ്പ്. കാർപ്പ് മീനുകളിൽ അത്യാവശ്യം സൈസാകുന്ന ഒരെണ്ണമാണ്. നല്ല സൈസാകും ഇത്. 10-20 കിലോയൊക്കെ അടുപ്പിച്ചാൽ മേളിലൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്, നല്ല തീറ്റയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ. അതിനകത്ത് തന്നെ അവർക്ക് വലിയ ശത്രുക്കളൊന്നുമില്ല. കുളത്തിനകത്തെ കുഞ്ഞു കുഞ്ഞു നീർക്കോലിയൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. അതിൻ്റെ ചിറകിൽ പോലും കടിക്കാനുള്ള ഇതില്ല അതിനൊന്നും. അതുകൊണ്ട് വേറെ കുഴപ്പമില്ല. കുഞ്ഞു മീനുകളോടുന്നു. അയ്യോ, പിടച്ച് താഴെ പോകാൻ പാടില്ലേ. അപ്പോഴേ നമ്മളെ ഇറക്കി വിടാൻ വേണ്ടി പോണേ വെള്ളത്തിനകത്തോട്ട്. കാണുന്നുണ്ടല്ലോ അല്ലേ? ഇറക്കി വിടാൻ വേണ്ടി പോണേ. എവിടെ 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 പോയി? ഉള്ളവരും കൊണ്ടുപോയി. ബാക്കിയുള്ള മീനുണ്ടാ? സിലോപ്പി ഉണ്ടോ? സിലോപ്പിയൊക്കെ നിൽക്കണുണ്ടാ? നല്ല രസമല്ലേ? കുറച്ച് സമയം കാണിച്ചോട്. ഉണ്ടാ ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഒരു വലിയ സൈസിൽ ആ 2 മീൻ വരുമ്പോൾ ഭയങ്കര രസമായിരിക്കും. അകത്ത് കാർപ്പ് മീനുണ്ട്. കാർപ്പ് 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 കളർ കാർപ്പ് അടി കൂടെ അങ്ങ് പോയി. സെറ്റല്ലേ? വെള്ളം നല്ല അടിപൊളിയായിട്ട് കിടക്കുകയല്ലേ? ഉണ്ട്. ഇങ്ങനത്തെ മീനുകൾക്കൊക്കെ ഇത് കറക്റ്റാണ്. നമുക്ക് കാണാനും പറ്റും. തീറ്റയിടുമ്പോൾ വരുമ്പോഴേ ഒരു ഭംഗിക്ക് വളർത്തുമ്പോൾ ഭയങ്കര രസമായിരിക്കും. വന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ അടുത്ത് വരും. തീറ്റ കൊടുക്കാൻ നേരത്തെ നമ്മൾ അടുത്തേക്ക് വരും. സിലോപ്പിയ, ഇതെല്ലാം സിലോപ്പിയാണ്. കണ്ടാ, വീട്ടിൽ കിടന്നതാണ്. പെട്ടെന്നൊരു പയ്യൻ വിളിച്ചുറഞ്ഞ് നിങ്ങളുടെ ചൂണ്ട അനങ്ങുന്നു, ഓടിയോ നോക്ക്, കുപ്പി അനങ്ങുന്നെന്ന്. അങ്ങനെ ഓടിച്ചെന്നതാണ്. 1 കിലോയൊക്കെയുള്ള സിലോപ്പി വന്നിട്ടുണ്ട് അടിയിൽ. ഗോൾഡ് ഫിഷിൻ്റെ കളർ പറഞ്ഞ കാർപ്പില്ലേ, അതിനൊക്കെ നമ്മൾ ചൂണ്ടയിട്ട് പിടിച്ചാണ്. കുറേ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ചൂണ്ടയ്ക്ക് കിട്ടുന്ന വെറൈറ്റി ആയിട്ടുള്ള എന്തുകൊണ്ടെന്ന് പോകുന്നു. അതൊക്കെ നമ്മൾ ചൂണ്ടയിട്ട് പിടിച്ചാണ്. ഇതോ പോകുന്നു. ഉണ്ടാ, ചൂണ്ടയ്ക്ക് പിടിച്ചാണ്. വെറൈറ്റി ആയിട്ടുള്ള മീൻ കിട്ടുന്ന സമയത്ത് നമ്മൾ ഇതിനകത്തോണ്ടിടും. 1/2 കിലോയ്ക്ക് തൂക്കം വരുന്ന കാർപ്പാണ് അത് കൊണ്ടുവരുന്നത്. അതുകൊണ്ടാ നല്ല സൈസുള്ളതാണത്. വലിയ സിലോപ്പിയുടെ അത്രയൊക്കെ ഉണ്ടത്. ദോ പോണത് കണ്ടോ? അതുകൊണ്ട് പോണു. നമ്മൾ കൊണ്ടിട്ട കാർപ്പ് പിന്നെ ദോ പോണു. രണ്ടും വന്നേ. കഴിഞ്ഞ ആഴ്ച കൊണ്ടിട്ടതും അതിൻ്റെ കൂടെ വന്നിട്ടുണ്ട്.